ഇന്നത്തെ ഈ കേസ് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ പക്കൽ പണമോ രാഷ്ട്രീയ സ്വാധീനമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയില്ല എന്നാണ്. നിങ്ങളുടെ സഹോദരിക്കോ മകൾക്കോ എതിരെ ആരെങ്കിലും മോശമായ പരാമർശം നടത്തുകയോ അതിക്രമം നടത്തുകയോ ചെയ്താൽ പോലും അവർക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് ഈ കേസ് കാണിച്ചിരുന്നു. അങ്ങനെ കേസ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ പിൻബലം ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ഈ കേസിനെ കുറിച്ച് പൂർണ്ണമായും അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തമാശയൊക്കെ മാറ്റിവെച്ച് ഇന്നത്തെ കാലത്ത് ഈ ലോകത്തെ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ കേസ് ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കുക. ജൂലൈ 13 സമയം ഉച്ചയ്ക്ക് ഏകദേശം 3 മണി. തെലങ്കാനയിലെ കൊത്തൂർ മണ്ഡലത്തിലെ പഞ്ചല ഗ്രാമത്തിൽ അന്ന് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും വീടുകൾക്കുള്ളിൽ തന്നെയായിരുന്നു. ഇതിനിടയിൽ പുല്ലും പൊന്തക്കാടുകളും നിറഞ്ഞ ഒരു വിജനമായ റോഡിലൂടെ കടന്നുപോയ ചില വഴിയാത്രക്കാർ പുല്ലുകൾക്കിടയിൽ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടു. കടുത്ത ചൂട് കാരണം ആരെങ്കിലും ബോധം കെട്ട് വീണതായിരിക്കുമെന്നാണ് ആദ്യം കണ്ടവർ കരുതിയത്. എന്നാൽ അല്പം അടുത്തെത്തിയപ്പോൾ ഉയർന്നു വന്ന കടുത്ത ദുർഗന്ധം അവരുടെ കാലുകളെ തടഞ്ഞു വെച്ചു. തുടർന്ന് ചിലർ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് ചെന്ന് നോക്കിയപ്പോൾ ആ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ കിടന്നിരുന്ന മൃതദേഹം ഏറെക്കുറെ ജീർണിച്ചു വീർത്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ഒരു കീടനാശിനി കുപ്പി ഉണ്ടായിരുന്നു. ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചുവെന്നതായിരുന്നു ആളുകളുടെ മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യം. ഇയാൾ സ്വയം വിഷം കഴിച്ച് ജീവൻ ഒടുക്കിയതാണോ, അതോ ഇതിന് പിന്നിൽ മറച്ചുവെക്കപ്പെട്ട മറ്റെന്തെങ്കിലും സത്യമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയാനായി ജനങ്ങൾ ഉടൻ തന്നെ 100-ൽ വിളിച്ച് പോലീസിന് വിവരം അറിയിച്ചു. അധികം വൈകാതെ പോലീസ് കമ്മീഷണർ തരുൺ ജോഷിയും സംഘവും സംഭവ സ്ഥലത്തെത്തുകയും തെളിവുകൾ നശിക്കാതിരിക്കാൻ ആ പ്രദേശം മുഴുവനും വളയുകയും ചെയ്തു. അന്വേഷണത്തിനിടയിൽ ഉദ്യോഗസ്ഥർ ഈ മൃതദേഹം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ വായിൽ നിന്ന് നുരയും പതയും വന്നിട്ടുള്ളതായി കണ്ടു. ഏകദേശം 2 ദിവസത്തെ പഴക്കം ആ മൃതദേഹത്തിനുണ്ടെന്ന് കണക്കാക്കപ്പെട്ടു. പോലീസ് പരിശോധനയിൽ മൃതദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എയ്റോപ്ലെയിൻ മോഡിലായിരുന്ന ഒരു ഫോൺ ലഭിച്ചു. ഇതുകൂടാതെ ചില ബസ് ടിക്കറ്റുകളും 1260 രൂപയും കണ്ടെടുത്തു. ഈ സമയത്താണ് കഴിഞ്ഞ 60 മണിക്കൂറായി ആ പ്രദേശം മുഴുവനും തിരച്ചിൽ നടത്താനായി ഉപയോഗിച്ചിരുന്ന ഒരു ഫോട്ടോ പോലീസ് പുറത്തേക്കെടുത്ത് രൂപസാദൃശ്യം നോക്കി. ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെയും ശരീരപ്രകൃതിയുടെയും അടിസ്ഥാനത്തിൽ ആ വ്യക്തി തങ്ങൾ തിരയുന്ന സൈക്കോ കില്ലർ തന്നെയാണെന്ന് പോലീസിന് ഉറപ്പായി. അതായത് അടുത്തിടെ 6 പേരെ കൊലപ്പെടുത്തിയതിന് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ട ആ ഒരു കുപ്രസിദ്ധ കുറ്റവാളിയായിരുന്നു. ഇതൊരു അജ്ഞാതനായ വ്യക്തിയോ സാധാ മനുഷ്യനോ ആയിരുന്നില്ല. കഴിഞ്ഞ 60 മണിക്കൂറായി 12 പ്രത്യേക അന്വേഷണ സംഘങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്ന 35 വയസ്സുകാരനായ പി രാജ്കുമാർ ആയിരുന്നു അത്. വിവരമറിഞ്ഞ് മിനിറ്റുകൾക്കകം അവന്റെ കുടുംബാംഗങ്ങളും സ്ഥലത്തെത്തി. മൃതദേഹം രാജ്കുമാറിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു. 6 പേരെ കൊലപ്പെടുത്തിയ സൈക്കോ കില്ലറാണ് ഇത് എന്ന വാർത്ത പരന്നതോടെ ആദ്യം അയൽവാസികൾക്ക് തോന്നിയ സഹതാപം ഇപ്പോൾ വെറുപ്പായി മാറി. അന്വേഷണത്തിൽ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചത് ഹൈദരാബാദിലെ LB നഗർ റൂട്ടിലെ ഒരു RTC ബസ് ടിക്കറ്റ് ആയിരുന്നു. ജൂലൈ 11-ന് തിമ്മാപൂർ റെയിൽവേ സ്റ്റേഷന് സമീപം കാർ ഉപേക്ഷിച്ച ശേഷം രാജ്കുമാർ നേരെ കാട്ടിലേക്ക് ഒളിക്കാൻ പോയിട്ടുണ്ടാകുമെന്നാണ് പോലീസ് കരുതിയത്. എന്നാൽ ഈ ടിക്കറ്റ് കഥാസന്ദർഭത്തെ ആകെ മാറ്റിമറിച്ചു. പോലീസിനെ വെട്ടിക്കാൻ അവൻ പൊതുഗതാഗതം ഉപയോഗിച്ച് നഗരത്തിലേക്ക് പോവുകയും പിന്നീട് വീണ്ടും ഈ പ്രദേശത്തേക്ക് മടങ്ങിയെത്തുകയും ചെയ്തുവെന്ന് ഇതിലൂടെ മനസ്സിലായി. എന്നാൽ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് രാജ്കുമാറിന്റെ ഫോണിൽ നിന്നാണ് ലഭിച്ചത്. ടെക്നിക്കൽ ടീം ഫോൺ വിശദമായി പരിശോധിച്ചപ്പോൾ അതിന്റെ ഗാലറിയിൽ നിന്ന് ഏകദേശം 2 മിനിറ്റ് 26 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സെൽഫ് വീഡിയോ കണ്ടെത്തുകയുണ്ടായി. ജൂലൈ 10-ന് വൈകുന്നേരമാണ് അവൻ ഇത് റെക്കോർഡ് ചെയ്തത്. വീഡിയോയിൽ രാജ്കുമാർ അല്പം സങ്കടത്തിലായിരുന്നു. താൻ ഓൺലൈൻ ബെറ്റിങ്ങിനും ഗാംബ്ലിങ്ങിനും അടിമയായിരുന്നുവെന്ന് അവൻ അതിൽ സമ്മതിക്കുന്നുണ്ട്. ഇതുമൂലം അവൻ ഏകദേശം 2 കോടിയോളം രൂപയുടെ കടബാധ്യതയിലായി. തന്റെ സ്ഥലം വിറ്റും കടം വീട്ടാൻ ശ്രമിച്ചെങ്കിലും അവൻ കടക്കെണിയിൽ പൂർണ്ണമായി മുങ്ങിപ്പോയിരുന്നു. ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കേസ് വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ രാജ്കുമാർ ആരാണ്, അവൻ കൊന്ന ആ 6 പേര് ആരാണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ തന്നെ സ്വന്തം ഭാര്യയും 2 മക്കൾ കൂടാതെ പുറത്തു നിന്നുള്ള 3 പേരെ അവൻ എന്തിനാണ് കൊലപ്പെടുത്തിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയാൻ നമുക്ക് കുറച്ച് പിന്നോട്ടേക്ക് പോയി
ഈ കേസിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. തെലങ്കാനയിലെ റിപ്പി ജില്ലയിലുള്ള ഷാബാദ് മണ്ഡലത്തിലെ ദേവഡാപുര ഗ്രാമത്തിലാണ് രാജ്കുമാർ തന്റെ ഭാര്യ സരിതയോടും 2 പിഞ്ചു മക്കളോടുമൊപ്പം താമസിച്ചിരുന്നത്. അവന്റെ മൂത്ത മകന്റെ പേര് പരീക്ഷിത്, 5 വയസ്സ്. ഇളയ മകന്റെ പേര് ദേവക്ഷിത്, 2 വയസ്സ്. തുടക്കത്തിൽ രാജ്കുമാർ ഒരു കാർ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ പിന്നീട് അവൻ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയും കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നിരുന്നാലും രാജ്കുമാറിന് കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാളും താല്പര്യം ധൂർത്തടിക്കുന്നതിലായിരുന്നു. പതുക്കെ പതുക്കെ അവന്റെ ഈ ഉത്തരവാദിത്വമില്ലാത്ത ജീവിതശൈലി മോശം ശീലങ്ങളിലേക്ക് വഴിമാറി. രാജ്കുമാർ മദ്യപാനം, ചൂതാട്ടം, ഓൺലൈൻ ബെറ്റിംഗ് എന്നിവയിൽ അടിമപ്പെട്ടു. ബെറ്റിംഗ് കാരണം അവൻ ഏകദേശം 2 കോടിയോളം രൂപ കടമെടുത്തു. അതായത് പതുക്കെ പതുക്കെ പലയിടങ്ങളിൽ നിന്നായി അവൻ എങ്ങനെയാണ് 2 കോടി രൂപ കടമെടുത്തതെന്ന് എനിക്ക് വ്യക്തമാക്കാൻ കഴിയില്ല. എന്നാൽ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അവൻ 2 കോടിയുടെ കടക്കാരനായിരുന്നു. ഈ കടം വീട്ടുന്നതിനായി തനിക്ക് പാരമ്പര്യമായി ലഭിച്ച വസ്തുവിന്റെ വിഹിതം വിൽക്കുക മാത്രമല്ല, മാതാപിതാക്കളുടെ ഭൂമി കൂടി വിൽക്കാൻ അവൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ താൻ ജീവനൊടുക്കുമെന്ന് അവൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. വീട്ടിൽ ദിവസേനയുള്ള ഇത്തരം തർക്കങ്ങളും കടബാധ്യതയും കാരണം കുടുംബത്തിലെ മാനസിക സംഘർഷം വർദ്ധിച്ചു വന്നു. രാജ്കുമാറിന്റെ ഉപദ്രവവും മദ്യപാനവും സഹിക്കവയ്യാതെ ഭാര്യ സരിത അവനിൽ നിന്ന് വിവാഹമോചനം നേടാൻ പോലും തീരുമാനിച്ചിരുന്നു. എല്ലാവരും തനിക്കെതിരാണെന്ന് രാജ്കുമാറിന് തോന്നാൻ തുടങ്ങി. ഇതിനിടയിൽ അവൻ ഭയാനകമായ മറ്റൊരു തെറ്റായ വഴി കൂടി തിരഞ്ഞെടുത്തു. മദ്യപാനം, ചൂതാട്ടം, കടമെടുക്കൽ തുടങ്ങി തെറ്റായ വഴികളിലൂടെയായിരുന്നു അവൻ നേരത്തെയും പോയത്. രാജ്കുമാറിന്റെ വീടിന് സമീപം 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി തന്റെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നു. കഴിഞ്ഞ 1 വർഷമായി രാജ്കുമാർ അവളെ ശ്രദ്ധിക്കുകയും അവളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തന്നോടുകൂടി ഫോണിൽ സംസാരിക്കാൻ അവളെ സമ്മർദ്ദം ചെലുത്തുന്നതിനായി അവൻ അവളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ അവളെ ഭീഷണിപ്പെടുത്താനും തുടങ്ങിയിരുന്നു. വിഷയം ഗുരുതരമാവുകയും അവൻ മകളെ ശല്യം ചെയ്യുന്നുണ്ടെന്ന് കുടുംബത്തിന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ മകളുടെ സുരക്ഷ മുൻനിർത്തി അവളുടെ കുടുംബാംഗങ്ങൾ 2026 മെയ് മാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാജ്കുമാറിനെതിരെ പോക്സോ നിയമപ്രകാരം കേസ് ഫയൽ ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തോളമായി രാജ്കുമാർ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ആ പെൺകുട്ടിയെ വീടിന് ചുറ്റും നിരീക്ഷിക്കുന്നതിനായി അവൻ CCTV ക്യാമറകൾ വരെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ 2026 മെയ് 26-ന് രാജ്കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാജ്കുമാറിനെ റിമാൻഡിൽ വിടുകയുണ്ടായി. എന്നാൽ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത് അവൻ ജാമ്യത്തിനായി അപേക്ഷ നൽകിയപ്പോഴാണ്. അവന്റെ അഭിഭാഷകൻ കോടതിയിൽ കൃത്യമായ ഒരു വാദം ഉന്നയിച്ചു. സംഭവം നടന്ന ദിവസം, അതായത് പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസം രാജ്കുമാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും അവൻ തന്റെ ഭാര്യയോടൊപ്പം ആശുപത്രിയിലായിരുന്നുവെന്നുമാണ് അവന്റെ വക്കീൽ വാദിച്ചത്. ഈ കുറ്റത്തിന് 7 വർഷത്തിന് താഴെ മാത്രം ശിക്ഷയുള്ളതുകൊണ്ട് 20,000 രൂപയുടെ ബോണ്ടിൽ കോടതി അവനെ വിട്ടയച്ചു. ഒടുവിൽ 2026 ജൂൺ മാസം 12-ന് അവൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജയിലിൽ നിന്നും പുറത്തു വന്നതിന് ശേഷവും രാജ്കുമാറിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല. മറിച്ചവൻ പ്രതികാര ബുദ്ധിയാൽ ജ്വലിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ കുടുംബം തന്നെ ചതിച്ച് കേസിൽ കുടുക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നും അവർ തന്നെ പൂർണ്ണമായും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവൻ കരുതി. ഈ അപമാനവും വിദ്വേഷവും അവന്റെ വെറുതെയുള്ള അമിത ചിന്തകളും ചേർന്ന് അവനെ ഒരു ഭ്രാന്തനായ കൊലയാളിയാക്കി മാറ്റുകയായിരുന്നു. ഇവിടെ ഏറ്റവും ലജ്ജാകരമായ കാര്യം എന്തെന്നാൽ ജയിലിൽ നിന്നും പുറത്തു വന്ന ഉടൻ തന്നെ രാജ്കുമാർ പരസ്യമായി നടന്ന് ഇരയായ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ നിരന്തരം കൊലപാതക ഭീഷണി മുഴക്കിയിരുന്നു എന്നതാണ്. നിന്റെ പിതാവ് മരിച്ചതുപോലെ നിങ്ങൾ എല്ലാവരെയും ഞാൻ കൊന്നുകളയുമെന്ന് വരെ അവൻ ഭീഷണിപ്പെടുത്തി. രാജ്കുമാറിന്റെ ഈ ഭീഷണി നിസ്സാരമായിരുന്നില്ല. യഥാർത്ഥത്തിൽ പെൺകുട്ടിയുടെ പിതാവ് നേരത്തെ മരണപ്പെട്ടിരുന്നു. ഈ ദുരന്ത സംഭവത്തെയാണ് അവരെ മാനസികമായി പീഡിപ്പിക്കാൻ രാജ്കുമാർ ഉപയോഗിച്ചത്. ഈ ഭയാനകമായ ഭീഷണിക്ക് ശേഷം ആ കുടുംബം പൂർണ്ണമായും ഭയന്ന് വിറയ്ക്കുകയും രാജ്കുമാർ ഏത് അതിർവരമ്പും ലംഘിക്കുമെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. തുടർന്ന് അവർ ഉടൻ തന്നെ ഷാബാദ് പോലീസ് സ്റ്റേഷനിലെത്തി രേഖാമൂലം പരാതി നൽകുകയും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. അതായത് ഈ ഭീഷണികളെല്ലാം പോലീസ് അവഗണിക്കുകയാണ് ഉണ്ടായത്. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കാനോ അവർക്ക് സുരക്ഷ നൽകാനോ പോലീസ് തയ്യാറായില്ല. ഇതിനിടയിൽ രാജ്കുമാർ വീണ്ടും സ്വതന്ത്രനായി നടക്കാൻ തുടങ്ങി. എന്നാൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടെ അവന്റെ കുടുംബജീവിതം പൂർണ്ണമായും മാറിമറിഞ്ഞു. സ്വന്തം മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി വസ്തുക്കൾ വിൽപ്പിച്ചും ഭാര്യയോട് വഴക്കിട്ടും കടം വാങ്ങിയും മദ്യപിച്ചും അവൻ തന്നെയാണ് സ്വന്തം ജീവിതം നശിപ്പിച്ചത്. മദ്യപാനവും പീഡനവും കാരണം സഹികെട്ട ഭാര്യ സരിത
അവനിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നു. അവൻ സ്വയം വരുത്തി വെച്ച ഈ പ്രവൃത്തികൾ കാരണം നാട്ടുകാർക്കിടയിലും സമൂഹത്തിലും അവന്റെ പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നു. തന്റെ ജീവിതം തകർന്നതിന് പിന്നിൽ ആ പെൺകുട്ടിയും അവളുടെ കുടുംബവുമാണെന്ന് രാജ്കുമാറിന് തോന്നാൻ തുടങ്ങി. അതായത് ആ പെൺകുട്ടികളെയും അവളുടെ കുടുംബത്തെയുമാണ് അവൻ ഇതിന് ഉത്തരവാദികളായി കണ്ടത്. കൂടാതെ തന്റെ ഭാര്യ തന്നെ പിന്തുണയ്ക്കുന്നതിന് പകരം തനിക്കെതിരെ നിൽക്കുകയാണെന്നും അവന് തോന്നി. ഈ ദേഷ്യവും പ്രതികാര ചിന്തയും അവന്റെ മനസ്സിൽ ഒരു ഭയാനകമായ പദ്ധതിക്ക് ജന്മം നൽകി. 2026 ജൂലൈ 10 രാത്രി രാജ്കുമാർ തന്റെ കാറുമായി പുറത്തിറങ്ങി. പെൺകുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിയെടുത്ത് ഏതെങ്കിലും വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവന്റെ ലക്ഷ്യം. രാത്രി ഏകദേശം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റിനിടയിലായിരുന്നു. അവൻ കാറുമെടുത്ത് ഷാബ ടൗണിലുള്ള പെൺകുട്ടിയുടെ വീട്ടിലെത്തി യാതൊരു ഭയവുമില്ലാതെ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന നിമിഷം തന്നെ രാജ്കുമാർ സമയം പാഴാക്കാതെ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ അമ്മൂമ്മയായ 65 വയസ്സുള്ള രുക്മ, കൂടാതെ അവളുടെ അമ്മയായ ലക്ഷ്മി രണ്ടുപേരെയും ആക്രമിച്ചു. രണ്ടുപേർക്കും പ്രത്യാക്രമണത്തിന് അവസരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ രാജ്കുമാർ കത്തിയും അരിവാളും ഉപയോഗിച്ചു അവരുടെ ജീവനെടുത്തു. ഈ നിലവിളി കേട്ട് വീട്ടിൽ നിന്നും ആ 17 വയസ്സുള്ള പെൺകുട്ടി ഓടിയെത്തി. ഈ ഭയാനകമായ കാഴ്ച കണ്ട് അവൾ തികച്ചും ഭയന്നുപോയി. ആ സമയം വീട്ടിൽ പെൺകുട്ടിയുടെ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു സഹോദരി കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ രാജ്കുമാർ അവളെ ഉപദ്രവിച്ചില്ല. ഇരയായ പെൺകുട്ടി സഹായത്തിനായി ആരെയെങ്കിലും വിളിക്കുന്നതിനോ നിലവിളിക്കുന്നതിനോ മുൻപ് രാജ്കുമാർ അവളെ പിടികൂടി ബലമായി കാറിൽ കയറ്റി ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള നാർകുണ്ട തടാകത്തിന് സമീപത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ക്രൂരമായി അവളെയും കൊലപ്പെടുത്തി. എന്നാൽ രാജ്കുമാറിന്റെ ദേഷ്യം അപ്പോഴും അടങ്ങിയില്ല. പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ച ശേഷം അവൻ തിരികെ സ്വന്തം വീട്ടിലെത്തി. ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പെൺകുട്ടി അവിടെ കൊണ്ടുപോയി അവളെ പീഡിപ്പിച്ചിരുന്നോ എന്നുള്ള വിവരങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഈ ക്രൂരകൃത്യം ചെയ്തിട്ടും അവന്റെ കോപം അടങ്ങിയില്ല. അവൻ തന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവന്റെ ഭാര്യ സരിതയും 2 മക്കളും ഉറങ്ങുകയായിരുന്നു. ആദ്യം അവൻ ഭാര്യ ആക്രമിച്ചു. തുടർന്ന് 2 പിഞ്ചു മക്കളെയും അവൻ വെറുതെ വിട്ടില്ല. അതായത് 3 പേരെയും അവൻ തന്റെ അക്രമത്തിന് ഇരയാക്കി. ഇങ്ങനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് രാജ്കുമാർ 2 കുടുംബങ്ങളിലെ 6 പേരെയാണ് ഇല്ലാതാക്കിയത്. എന്നാൽ ഈ ദേഷ്യവും കളിയും അവിടെയും അവസാനിച്ചില്ല. ഈ ഭയാനകമായ കൃത്യത്തിന് ശേഷം രാത്രി ഏകദേശം 12 മണിയാകാൻ 10 മിനിറ്റ് ഉള്ളപ്പോൾ രാജ്കുമാർ തന്റെ പിതാവിനെ വിളിച്ച് 2 കുടുംബങ്ങളെയും ഇല്ലാതാക്കിയ വിവരം അവൻ സമ്മതിച്ചു. അതായത് പെൺകുട്ടിയുടെ കുടുംബത്തോടും സ്വന്തം ഭാര്യയോടും മക്കളോടും ചെയ്ത കാര്യങ്ങൾ അവൻ പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ രാജ്കുമാറിന്റെ പിതാവ് അവന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. അവിടെ എത്തി അദ്ദേഹം കണ്ടത് നെഞ്ചുപിടയ്ക്കുന്ന കാഴ്ചയായിരുന്നു. രാജ്കുമാറിന്റെ ഭാര്യ സരിതയും 2 പിഞ്ചു മക്കളും ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. സമയം പാഴാക്കാതെ അദ്ദേഹം വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് അന്ന് രാത്രി തന്നെ രാജ്കുമാറിനായി വലിയൊരു തിരച്ചിൽ ആരംഭിച്ചു. ഒപ്പം 17 വയസ്സുള്ള പെൺകുട്ടിയെയും തിരയുന്നുണ്ടായിരുന്നു. കാരണം ആ സമയം വരെ അവളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ദീർഘനേരത്തെ തിരച്ചിലിനൊടുവിൽ ദേവലാകുട ഗ്രാമത്തിന് സമീപമുള്ള നഗർകുണ്ട കുളത്തിന് സമീപത്ത് നിന്ന് പോലീസ് ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു. കത്തി കൊണ്ടുള്ള കുത്തും ശ്വാസം മുട്ടിച്ചതുമാണ് മരണകാരണമെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. എന്നാൽ പീഡനം നടന്നോ എന്ന കാര്യത്തിൽ ആ സമയം വരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ ഗ്രാമവാസികൾ വിവരമറിഞ്ഞതോടെ ഷാബാദ് മേഖലയിൽ ആകെ ജനരോക്ഷം ഇരമ്പി. രാജ്കുമാർ നേരത്തെ തന്നെ പോക്സോ കേസിലെ പ്രതിയായിരുന്നുവെന്നും പോലീസ് അവനെ കൃത്യമായി നിരീക്ഷിക്കുകയും കുടുംബത്തിന് സംരക്ഷണം നൽകുകയും ചെയ്തിരുന്നെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് 6 പേരുടെ ജീവൻ കവർന്ന ഇത്രയും വലിയൊരു കുറ്റകൃത്യം ഒഴിവാക്കാമായിരുന്നുവെന്നും ജനങ്ങൾ പറഞ്ഞു. പ്രകോപിതരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയും പ്രതിയെ എൻകൗണ്ടർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പോലീസിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാജ്കുമാറിനെ പിടികൂടുക എന്നതായിരുന്നു. കാരണം പൊതുഗതാഗതം ഉപയോഗിച്ച് അവൻ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ടാകുമെന്നാണ് ആ സമയം വരെ പോലീസ് കരുതിയിരുന്നത്. തുടർന്ന് പോലീസ് NH-44ലും തെലങ്കാന കർണാടക അതിർത്തിയിലും സുരക്ഷ ശക്തമാക്കുകയും എല്ലാ ബസ് സ്റ്റാൻഡുകളിലെയും റെയിൽവേ സ്റ്റേഷനുകളിലെയും ടോൾ പ്ലാസകളിലെയും CCTV ക്യാമറകൾ നിരീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. രാജ്കുമാറിനെ കണ്ടെത്തുന്നതിനായി പോലീസ് കമ്മീഷണർ 14 പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുകയും അവന്റെ കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവൻ എവിടെയുണ്ടെന്ന് കൃത്യമായി വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു അറിയിപ്പ്. അതായത്
ജൂലൈ 11 മുതൽ ജൂലൈ 13 വരെ പോലീസ് സംഘങ്ങൾ കാടുകളിലും റെയിൽവേ ട്രാക്കുകളിലും ബന്ധുവീടുകളിലും തുടർച്ചയായി തിരച്ചിൽ നടത്തി. ഒടുവിൽ 2026 ജൂലൈ 13 ഉച്ചയ്ക്ക് 3 മണിയോടെ ഒരു റിയൽ എസ്റ്റേറ്റ് റോഡിൽ നിന്ന് രാജ്കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവന്റെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കീടനാശിനി കുപ്പി കണ്ടെത്തിയിരുന്നു. അതോടെ ഈ ദാരുണമായ സംഭവങ്ങൾക്ക് ശേഷം അവൻ സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന് തെളിഞ്ഞു. എന്നാൽ ഇതിനൊക്കെ മുൻപ് അവൻ ഒരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു. പെൺകുട്ടിയുടെ കുടുംബക്കാർ തന്നെ പീഡിപ്പിക്കുകയാണെന്നും തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് തുടങ്ങി നിരവധി വ്യാജമായ കാര്യങ്ങളാണ് അവൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതായത് ഭാവിയിൽ താൻ സുരക്ഷിതമായി ഈ ലോകത്ത് തുടരുകയാണെങ്കിൽ ആളുകൾക്ക് മുന്നിൽ ഒരു ഇരയായി ചിത്രീകരിക്കപ്പെടാൻ അവൻ മുൻകൂട്ടി ഒരു വീഡിയോ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ കേസ് മുഴുവനായും പോലീസ് സംവിധാനത്തിന്മേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തി. രാജ്കുമാറിനെതിരെ പോക്സോ കേസ് നിലവിലുണ്ടായിരിക്കുകയും അവൻ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ജാമ്യത്തിൽ ഇറങ്ങി അവനെ കൃത്യമായി നിരീക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പോരാത്തതിന് തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്ന് ഇരയായ കുടുംബം രേഖാമൂലം പരാതി നൽകിയിട്ടും അവർക്ക് എന്താണ് ലഭിച്ചത്? അനാസ്ഥ കാണിച്ചതിന്റെ പേരിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെങ്കിലും അതുകൊണ്ടിനി എന്ത് പ്രയോജനം? കയ്യിൽ നിന്നെല്ലാം പോയതിനു ശേഷമുള്ള നടപടി കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. തുടക്കത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളുടെ കയ്യിൽ പണമോ രാഷ്ട്രീയ സ്വാധീനമോ ഇല്ലെങ്കിൽ ഇന്നൊരു കേസ് കൊടുക്കുന്നതിന് മുൻപ് പോലും നിങ്ങൾ 100 വട്ടം ചിന്തിക്കേണ്ടതുണ്ട്. നാളെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് വന്നാൽ തന്നോട് എന്ത് ചെയ്യുമെന്നൊരു ഭയം ഉണ്ടാകും. ഏതായാലും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സ്വയം സുരക്ഷിതരായിരിക്കുക. ബോധവൽക്കരണം പ്രചരിപ്പിക്കുക. നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് സുരക്ഷിതരായിരിക്കുക, ജാഗ്രത പാലിക്കുക. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.